നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. വെണ്ടൂരിൽ ബേക്കറിയിൽ മോഷണം നടന്നത് ചുങ്കം ഗ്രീൻ മാംഗോ ബേക്കറിയിൽ. അളഗപ്പ നഗറിൽ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് 16 മാസം അബോധാവസ്ഥയിലായിരുന്ന വയോധികൻ മരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പുതുക്കാട് നിയോജക മണ്ഡലതല ഉദ്ഘാടനം നന്ദിക്കര സ്കൂളിൽ സംഘടിപ്പിച്ചു. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷനിൽ രാത്രിയിൽ വെളിച്ചമില്ല, യാത്രക്കാർ അപകട ഭീഷണിയിൽ. അളഗപ്പനഗർ പഞ്ചായത്തിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വെണ്ടൂർ ചുങ്കത്ത് ബേക്കറിയിൽ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചുങ്കം ഗ്രീൻ മാംഗോ ബേക്കറിയുടെ പൂട്ട് തകർത്ത് അകത്തുകടന്ന കള്ളൻ കടയ്ക്കകത്ത് പരിശോധന നടത്തുന്നതാണ് ദൃശ്യത്തിലുള്ളത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവാവാണ് ക്യാഷ് കൗണ്ടറിലും മറ്റും പരിശോധന നടത്തുന്നത്. കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ തുക നഷ്ടപ്പെട്ടു. പുലർച്ചെ 4:30 കട തുറക്കാനെത്തിയ ജോലിക്കാരനാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ഷട്ടർ ഭാഗികമായി തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഉടൻ പുതുക്കാട് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. കല്ലൂർ സ്വദേശി ബിജു കണിച്ചുകുന്നത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബേക്കറി. അളഗപ്പ നഗറിൽ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് 16 മാസം അബോധാവസ്ഥയിലായിരുന്ന വയോധികൻ മരിച്ചു. ആമ്പല്ലൂർ തെക്കൂട്ട് രാധാകൃഷ്ണനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. 2025 ഫെബ്രുവരി 10 അളഗപ്പ നഗർ കമ്പനിപ്പടിയിൽ വെച്ച് രാധാകൃഷ്ണൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ബൈക്കിടിച്ചാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാധാകൃഷ്ണൻ 16 മാസമായി അബോധാവസ്ഥയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു മരണം. അളഗപ്പ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനായിരുന്നു. അംബികയാണ് ഭാര്യ. അനീഷ്, ആശ എന്നിവർ മക്കളും കീർത്തി, കൃഷ്ണകുമാർ എന്നിവർ മരുമക്കളുമാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന്റെ പുതുക്കാട് നിയോജക മണ്ഡലതല ഉദ്ഘാടനം നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുതുക്കാട് SHO ആദം ഖാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗം KK രാജൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, SMC ചെയർമാൻ CK സുദേവൻ, MPTA പ്രസിഡന്റ് വിദ്യ മാധവൻ, സ്കൂൾ പ്രധാനാധ്യാപിക PT രാധിക, പുതുക്കാട് സബ് ഇൻസ്പെക്ടർ KS സുബിൻ എന്നിവർ സന്നിഹിതരായി. തമിഴ് സിനിമയിലെ തിരക്കഥകളുടെ തമ്പുരാൻ, തനതായ ഹാസ്യശൈലി കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നടനും സംവിധായകനുമായ K ഭാഗ്യരാജ് ഇനി ഓർമ്മ. 73-ാം വയസ്സിൽ ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 40 വർഷത്തോളം നീണ്ട സിനിമാ ജീവിതത്തിൽ 25-ലധികം ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. 1983 പുറത്തിറങ്ങിയ മുന്താണെ മുടിച്ചി എന്ന ചിത്രത്തിലൂടെ നടി ഉർവശിയെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. സുവരില്ലാത്ത ചിത്രങ്ങൾ, അന്ത, 7 നാടുകൾ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും പിറന്നു. മലയാളികൾക്കും ഏറെ പ്രിയങ്കരനായിരുന്നു ഭാഗ്യരാജ്. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടി പൂർണിമയാണ് ഭാര്യ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നടൻ ശാന്തനു ഭാഗ്യരാജ് മകനാണ്. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷനിൽ രാത്രിയിൽ വെളിച്ചമില്ലാത്തത് അപകട ഭീഷണിയാവുന്നു. ദേശീയപാതയ്ക്ക് ഇരുവശത്തുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഇരുട്ടിൽ തന്നെ. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ ജംഗ്ഷൻ ഇരുട്ടിലായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായതോടെ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന അർജുൻ പാണ്ഡ്യൻ സ്ഥലത്ത് സന്ദർശനം നടത്തിയപ്പോൾ ജില്ലാ വിജിലൻസ് സമിതി അംഗം KK ചന്ദ്രൻ ഇക്കാര്യം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിലവിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് കോൺക്രീറ്റ് ചെയ്തതിന് മുകളിലായി 2 ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു.
എന്നാൽ അടിപ്പാതയുടെ തുടർ നിർമ്മാണങ്ങൾക്ക് ഈ ലൈറ്റുകൾ തടസ്സമായതോടെ ഇവ നീക്കം ചെയ്യുകയായിരുന്നു. ഇതോടെ നിലവിൽ സർവീസ് റോഡിലും ഇരുഭാഗത്തുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഇരുട്ടിലായ അവസ്ഥയിലാണ്. ആമ്പല്ലൂര് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ ലൈറ്റിൻ്റെ കുറവ് മൂലം യാത്രക്കാർക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആ ലൈറ്റിൻ്റെ മറ്റുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ കടയുടെ സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തുള്ള കടയിലാണ്. എനിക്ക് നേരിട്ട് കാണാവുന്ന കാര്യമാണ്. അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് യാത്രക്കാർ വളരെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. ആമ്പല്ലൂരിൽ തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ സാധാരണ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ലൈറ്റിൻ്റെ അഭാവമാണ് ഇത് അനുഭവപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്യണം. സ്ത്രീകളും കുട്ടികളും വളരെയധികം യാത്ര ചെയ്യുന്ന ഉപയോഗിക്കുന്ന ബസ് സ്റ്റോപ്പാണ്. പ്രത്യേകിച്ച് നന്മണിക്കര വഴിയിലേക്ക് പോകുന്ന ബസ് ഇറങ്ങി വരുന്ന ആ യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എത്രയും പെട്ടെന്ന് ലൈറ്റ് അവിടെ ഉണ്ടാക്കണമെന്ന് അധികാരികളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർവീസ് റോഡിലൂടെ രാത്രിയിലുള്ള സഞ്ചാരം അതീവ ദുഷ്കരമാണ്. പാതയിലെ വെളിച്ചക്കുറവ് ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റു വാഹന യാത്രക്കാർക്കും അടിപ്പാതയിലൂടെ ദേശീയപാത കുറുകെ കടക്കുന്ന കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. ദേശീയപാതകളിൽ ഒന്നിലേറെ റോഡുകൾ വന്നു ചേരുന്ന വലിയ കവലകളിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വെളിച്ചം നിർബന്ധമാണ്. ദേശീയപാതയിൽ നിന്ന് കല്ലൂർ ഭാഗത്തേക്കും തിരിച്ചും നിരവധി വാഹനങ്ങൾ പ്രവേശിക്കുന്ന ഇടമായതിനാൽ അമ്പല്ലൂരിൽ വഴിവിളക്കുകൾ ഉറപ്പാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം ഉയരുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് സമിതി അംഗം കെ ചന്ദ്രൻ വീണ്ടും കളക്ടർ ശിഖ സുരേന്ദ്രന് പരാതി നൽകിയിട്ടുണ്ട്. ജൂലൈ 2ാം വാരത്തോടെ അടിപ്പാത നിർമ്മാണം പൂർത്തിയായി വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോൾ വെളിച്ച ക്രമീകരണങ്ങളും തയ്യാറാക്കുമെന്നാണ് ദേശീയപാത അധികൃതർ നൽകുന്ന വിശദീകരണം. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന അമ്പല്ലൂർ ജംഗ്ഷനിൽ രാത്രിയായാൽ വെളിച്ചമില്ലാത്ത അവസ്ഥ, അത് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഒപ്പം കാൽനട യാത്രക്കാർക്കും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ച സംവിധാനങ്ങൾ അടിപ്പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ഒരു ബദൽ സംവിധാനം ഒരുക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. തൃശ്ശൂർ ഭാഗത്തേക്കും ഒപ്പം ചാലക്കുടി ഭാഗത്തേക്കുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് സമീപത്തും വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. ഇതിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ വെളിച്ചമാണ് മാത്രമാണ് രാത്രിയായാൽ ഏക ആശ്രയമായിട്ടുള്ളത്. ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം ഒരു ചിമ്മിനി വെട്ടം മാത്രമുള്ള ഒരു വെളിച്ചം മാത്രമാണ് ഏക ആശ്രയമായിട്ടുള്ളത്. ഏതായാലും ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ട് ദേശീയപാതയിൽ മതിയായ വെളിച്ച സംവിധാനം ഒരുക്കണമെന്നാണ് യാത്രക്കാരടക്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. അളഗപ്പനഗർ പഞ്ചായത്തിന്റെയും അളഗപ്പനഗർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ലിറ്റി മേജോ അധ്യക്ഷയായി. അളഗപ്പനഗർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ജിനേഷ് ജെ മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ബിന്ദു, വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സിനി ബൈജു, പഞ്ചായത്ത് അംഗങ്ങളായ VK വിനീഷ്, K വിജീഷ് കുമാർ, സാഹിത്യ മുരളി, E ഉഷാദേവി, സോജിയ പിൻഡോ, സുമ ഉണ്ണികൃഷ്ണൻ, സജന ഷിബു, AMAI പ്രതിനിധി ഡോക്ടർ ഗോപിദാസ്, യോഗ ഇൻസ്ട്രക്ടർ K നീതുമോൾ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് യോഗ ഡാൻസും മാസ് യോഗ പ്രദർശനവും നടത്തി. നമ്മളെ യോഗ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ വണ്ണം കുറയണോ അങ്ങനെ യോഗ ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അതേപോലെ നമ്മുടെ മാനസികമായ ഒരു നമ്മുടെ ഒരു സംതൃപ്തി. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് യോഗ ദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ട് കണ്ടത് ആ ചേച്ചിയുടെ പെർഫോമൻസ് ആണ്. വളരെ വളരെ എന്ന് പറയാ അത്ഭുതപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ 71 വയസ്സിൽ ഇപ്പൊ ആക്ച്വലി എനിക്ക് 32 വയസ്സാണ്. അടുപ്പിച്ച് ഒരു കിലോമീറ്റർ നടക്കുമ്പോഴേക്കും ഞാൻ ഓട്ടോമാറ്റിക്കലി കിതയ്ക്കും. പക്ഷെ ആ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം മുമ്പാണ് യോഗ ഇത്രയും പ്രചാരത്തിലേക്ക് എത്തിയത്. ഭാരതത്തിന്റെ തനതായ ഒരു ശാസ്ത്രം ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ജൂൺ 21 ആചരിച്ചു വരികയാണ്.
ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബായുതി ചന്ദ്രൻ, ഇന്നത്തെ കാലത്ത് നമ്മൾക്കുണ്ടാകുന്ന ഈ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെ നേരിടുന്നതിന് ഏറ്റവും നല്ലൊരു മാതൃകയായി തന്നെയാണ് നമ്മൾ ഈ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചടങ്ങിന് മുമ്പ് തന്നെ 71 വയസ്സായ ആ ചേച്ചിയുടെ പ്രകടനം നമ്മളിവിടെ ഈ വേദിയിൽ കണ്ടു. നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെ? ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ യോഗ പഠിതാക്കളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഇവിടെ ഒരുവിധം എത്തിച്ചേർന്നിരുന്നു. എല്ലാവരോടും നന്ദി പറയാണ്. അതുകൂടാതെ നമ്മുടെ ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗാ ദിന ആചരണത്തിന്റെ തന്നെ മെയിൻ തീം എന്ന് പറയുന്നത് ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ്. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായി. മേളാകമ്പടിയിലായിരുന്നു പുറത്തേക്ക് എഴുന്നള്ളിപ്പ്. തുടർന്ന് അന്നദാനവും ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് മനഹരി നമ്പൂതിരി, മേൽശാന്തി മനോഹരൻ എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. സൂഫി വര്യനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശവറ അംഗവുമായിരുന്ന ശൈഖൂന ചെറുവാളൂർ PS ഹൈദ്രോസ് മുസ്ലിയാരുടെ 7ാമത് ആണ്ടുനേർച്ചയ്ക്കും ദാറുൽ തഖ്വ മജ്ലിസ് സുന്നൂർ വാർഷികത്തിനും തുടക്കമായി. പുലിക്കണ്ടി ദാറുത്തഖ്വ ഇസ്ലാമിക് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ദാറുത്തഖ്വ ട്രഷറർ മൊയ്തീൻ ഹാജി ഇടത്തടത്തിൽ പതാക ഉയർത്തി. തുടർന്ന് പാലത്തോൾ അബ്ദുൽ ജബ്ബാർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മക്കാം സിയാറത്ത് നടത്തി. മജ്ലിസുന്നൂർ വാർഷിക സമ്മേളനത്തിന്റെയും പുതിയ കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഡോക്ടർ ബഹൌദ്ദീൻ മുഹമ്മദ് നദവി, മന്ത്രി VE അബ്ദുൽ ഗഫൂർ, ഹാരിസ് ബീരാൻ MP, KK രാമചന്ദ്രൻ MLA തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഹസൻ സക്കാഫി പൂക്കോട്ടൂർ മജ്ലിസുന്നൂറിന് നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 10 പാലപ്പിള്ളി മേഖലാ കാലി അൽഹാജ് P മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സ് നടക്കും. രാവിലെ 11 നടക്കുന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങി നിരവധി പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽട്ടിഫ നേതൃത്വം നൽകുന്ന ഖത്മുദുആ മജ്ലിസിന് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന അന്നദാനത്തോടെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഉറൂസ് മുബാറക്കിന് പരിസമാപ്തിയാകും. ഒരുപാട് പേര് ചെറുതും വലുതുമായ സംഖ്യകൾ സ്വതന്ത്ര ചെയ്ത ആളുകൾ ജീവിതമായി ജീവിച്ചു കാണിച്ചു. ആ الذي علينا وهدانا الى دين الاسلام الذي يوافي معه ويوافق مزيدا. اللهم صل وسلم وبارك على سيدنا مولانا محمد وعلى ال سيدنا مولانا محمد. واغفر علينا وعلى اهالينا وعلى تقدمنا وتعليمنا وتدريسنا ومغفرتنا وعلى مد اجتماعنا هذا من خيراتهم وبركاتهم يا رب العالمين. പുതുക്കാട് സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും പ്രവാസി കൂട്ടായ്മയുമായ സേഫ് കേരളയും സംയുക്തമായി നടത്തുന്ന ഒരു ഡയപ്പർ ഒരു കുടുംബത്തിന്റെ ആശ്വാസം സൗജന്യ ഡയപ്പർ വിതരണ പദ്ധതിക്ക് തുടക്കമായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര പ്രസിഡന്റ് P തങ്കം,
അധ്യക്ഷത വഹിച്ചു. സേഫ് കേരള ചെയർമാൻ PK മൻസൂർ ഡയപ്പർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. ഒരു വർഷത്തേക്ക് മുടങ്ങാതെ കിടപ്പ് രോഗികളുടെ വീടുകളിലെത്തുന്ന ഡയപ്പറാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. ട്രഷറർ ജോസ് തെക്കേത്തല, സുസ്ഥിര വൈസ് പ്രസിഡന്റ് CN വിദ്യാധരൻ, ജോയിന്റ് സെക്രട്ടറി VK കാർത്തികേയൻ എന്നിവർ പ്രസംഗിച്ചു. 20 വർഷമായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രവർത്തനം തുടങ്ങിയ സുസ്ഥിര ഇതുവരെ 10,000-ലധികം കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി സേവനം നൽകിയിട്ടുണ്ട്. പൈസയില്ലെങ്കിലും ചികിത്സ മുടങ്ങില്ല എന്ന സുസ്ഥിരയുടെ സേവന മാതൃകയുടെ ഭാഗമായാണ് ഈ ഡയപ്പർ വിതരണ പദ്ധതിയെന്നും ഇത് രോഗിയുടെ മാനവും കുടുംബത്തിന്റെ സമാധാനവും തിരികെ കൊണ്ടുവരുമെന്നും സുസ്ഥിരയുടെ ഭാരവാഹികൾ അറിയിച്ചു. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് കാവനാട് ഗ്രാമസഭാ യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ രഞ്ജിത, അങ്കണവാടി ഹെൽപ്പർ ഗീത ബാബു, ADS ചെയർപേഴ്സൺ രജിത മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. AK ഷാജു, നിത മനോജ്, പ്രദീപ് തൈവളപ്പിൽ, PP രാജേഷ്, ഷീജ വത്സൻ, മുംതാസ് രാജു എന്നിവർ നേതൃത്വം നൽകി. 2026-27 വാർഷിക പദ്ധതി വ്യക്തിഗത ഗുണഭോക്താക്കളുടെ അംഗീകാരം, വിവിധ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അംഗീകാരം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അംഗീകാരം എന്നീ അജണ്ടകൾ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു. എനിക്ക് കിട്ടും, ഞാൻ മനസ്സിലിങ്ങനെ കുറച്ച് ആശങ്ക നിനക്കറിയില്ല, അതേ സ്ഥാനത്ത് നമ്മളെ അറിയുള്ളൂ. അപ്പോൾ ഒരു ആശങ്ക ഉണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നാണ് ഇനി പോരാ, പ്രവർത്തിച്ചത് പോരാ, എന്ത് ചെയ്യണം, കുറേ കൂടി മികച്ച പ്രവർത്തനം എൻ്റെ ഭാഗത്ത് നിന്ന് കാഴ്ചവെക്കുന്ന ഒരു എന്താ പറയുക, ഉൾവിളി അല്ലെങ്കിൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ സന്തോഷം ഇത് മനസ്സിലുണ്ടാവുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് യൂണിറ്റിന്റെ കൺവെൻഷൻ തിങ്കളാഴ്ച നടക്കും. രാവിലെ 10-ന് നന്ദിക്കര ACL ബിൽഡിംഗ്സിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. പ്രകൃതിദത്ത പഞ്ചവർണ്ണ പൊടികളെ കൊണ്ടുള്ള ദേവീരൂപവും നന്ദുണിയുടെ നാദധാരയിലുള്ള കളംപാട്ടും ആസ്വദിച്ച് തൃശൂർ വിവേകാലയം ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ. അന്യമായിക്കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ ലൈബ്രറി ക്ലബിന്റെ നേതൃത്വത്തിൽ കളംപാട്ട് ശില്പശാല സംഘടിപ്പിച്ചത്. വേൾഡ് റെക്കോർഡ് ജേതാവും പാരമ്പര്യ കളംപാട്ട് കലാകാരനുമായ കടന്നമണ്ണ ശ്രീനിവാസനാണ് ശില്പശാല നയിച്ചത്. കളംപാട്ടിന്റെ ചടങ്ങുകൾ, ഐതിഹ്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സങ്കല്പങ്ങൾ തുടങ്ങി വിശദമായ വിവരങ്ങളും നന്ദുണി ഉപയോഗിച്ച് കളംപാട്ട് പാടിയുമാണ് ഈ അനുഷ്ഠാന കലയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയത്. കടന്നമണ്ണ ശ്രീനിവാസന്റെ 306-ാം കളംപാട്ട് ശില്പശാലയാണ് സ്കൂളിൽ നടന്നത്. പ്രധാനാധ്യാപകൻ MG സജീവ, ലൈബ്രറി ക്ലബ് കൺവീനർ M ദിവ്യ എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ പഞ്ചായത്ത് ഹൈസ്കൂളിന് കീഴിൽ UP വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള ലീവ് വേക്കൻസി കൂടിക്കാഴ്ച തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാകേണ്ടതാണ്. ഫോൺ 048027509558. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,195 രൂപയും പവന് 1,05,560 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പള്ളി CJM അസംപ്ഷൻ സ്കൂളിലെ റിട്ടയർ അധ്യാപകനും പൂക്കോട് SNUP സ്കൂൾ മുൻ മാനേജറുമായ EK പ്രഭാകരൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി സ്വരൻ, കൃഷ്ണദാസ്, ജീന എന്നിവർ മക്കളും ഷീബ, ഹേമ, മുരളി എന്നിവർ മരുമക്കളുമാണ്. പാലപ്പിള്ളി ചിമ്മിനി ഡാം മേഖലയിലെ BJP സ്ഥാപകനും ആദ്യകാല പ്രവർത്തകനുമായിരുന്ന തട്ടിൽ ശ്രീധരൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുതലയിൽ സുമതിയാണ് ഭാര്യ. സുഭാഷിണി, സുനിത, പരേതനായ സുഭാഷ് എന്നിവർ മക്കളും സത്യൻ, കണ്ണൻ എന്നിവർ മരുമക്കളുമാണ്. ചെട്ടിച്ചാൽ കിഴങ്ങൻപുള്ളി സുന്ദരൻ മകൻ സുമേഷ് അന്തരിച്ചു. 43 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആമ്പല്ലൂർ തെക്കൂട്ട് രാധാകൃഷ്ണൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 10-ന് പാർമേക്കാവ് ശാന്തിഘട്ടിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. വെണ്ടൂരിൽ ബേക്കറിയിൽ മോഷണം നടന്നത്
ചുങ്കം ഗ്രീൻ മാംഗോ ബേക്കറിയിൽ. അളഗപ്പ നഗറിൽ സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് 16 മാസം അബോധാവസ്ഥയിലായിരുന്ന വയോധികൻ മരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പുതുക്കാട് നിയോജക മണ്ഡലതല ഉദ്ഘാടനം നന്ദിക്കര സ്കൂളിൽ സംഘടിപ്പിച്ചു. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷനിൽ രാത്രിയിൽ വെളിച്ചമില്ല, യാത്രക്കാർ അപകട ഭീഷണിയിൽ. അളഗപ്പ നഗർ പഞ്ചായത്തിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. നെന്മനിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.